കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം. നമുക്കൊരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല ആളുകളും ദൈവത്തോടുകൂടെ ജീവിക്കുന്നതിനെക്കുറിച്ച്, നടക്കുന്നതിനെക്കുറിച്ച് പല സന്ദേഹങ്ങളും പറയാറുണ്ട്. ദൈവത്തോടുകൂടെ നമുക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും? അതിനേതെങ്കിലും ഉദാഹരണങ്ങളോ മറ്റോ പറയാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. വിശുദ്ധ ബൈബിളിൽ കൂടി ദൈവം നമ്മളോട് ചോദിക്കുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവത്തോടുകൂടെ കൂട്ടായ്മ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം ദൈവത്തോടു കൂടിയുള്ള കൂട്ടായ്മയിൽ മുന്നോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതെങ്ങനെ സാധ്യമാണ്? ഇന്ന് അനേക ആളുകളും ദൈവത്തിൻ്റെ നിന്ന് ആരോപിക്കുന്നതായ ഫോട്ടോകൾ, ചിത്രങ്ങൾ, വിഗ്രഹങ്ങൾ ഇവയൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു ബന്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം അങ്ങനെ ഒരു കാര്യം വെച്ചിട്ടില്ല. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വിഗ്രഹാരാധന പാപമാണ്. ദൈവത്തിൻ്റെതെന്ന് ആരോപിക്കുന്നതായ യാതൊരു ചിത്രങ്ങളോ രൂപങ്ങളോ വിഗ്രഹങ്ങളോ വയ്ക്കാൻ പാടില്ല. ദൈവം അത് എതിർക്കുന്ന പാപങ്ങളിൽ ഒന്നാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ കാണാൻ അല്ലെങ്കിൽ ദൈവത്തെ അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്? പുതിയ നിയമത്തിൽ നമുക്ക് ഇപ്രകാരം ഒരു വാക്യം കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ശമരിയക്കാരത്തിയായ സ്ത്രീയോട് യേശു സംസാരിക്കുമ്പോൾ വ്യക്തമായി പറയുന്നു, നിങ്ങൾ പിതാവിനെ ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആരാധിക്കുന്നത് എന്നുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. യേശു അത് പറയുമ്പോൾ ആ നാഴിക വന്നു. ആ ഒരു ദൈവികമായ ഇടപെടൽ വന്നു കഴിഞ്ഞു. പണ്ടുകാലങ്ങളിൽ ആളുകൾ മലകളിൽ പോയി യാഗപീഠം പണിയുകയും അവിടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെയുള്ള ഒരു കാലമല്ല വരാൻ പോകുന്നത്. മറിച്ച് സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തെയും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തെ ആത്മാവിലാണ് കാണേണ്ടത്, ആത്മാവിലാണ് അനുഭവിച്ചറിയേണ്ടത്. എങ്ങനെയാണ് ആത്മാവിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്? പഴയ നിയമകാലത്താണെങ്കിലും പുതിയ നിയമകാലത്താണെങ്കിലും ഭക്തന്മാരായ ആളുകൾ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത് ആത്മാവിലായിരുന്നു. ദൈവം അവരോട് സംസാരിക്കുമായിരുന്നു. ആ സംസാരത്തോടെ അവർ വിശ്വാസത്തോടെ പ്രതികരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവർ എങ്ങനെയാണ് ദൈവത്തെ അനുഭവിച്ചതെന്ന് എബ്രായ ലേഖനകാരൻ വളരെ സവിസ്തരമായി എഴുതുന്നുണ്ട്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവർ വിശ്വാസത്താലാണ് ദൈവത്തിൻ്റെ സംസാരത്തോട്, ദൈവത്തിൻ്റെ കൽപ്പനകളോട് അവർ പ്രതികരിച്ചത്. അതിലൊരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ച് ഈ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പാകെ ഇടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കാം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അപ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. ഒരിക്കലും അവൻ ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിച്ചു എന്ന് മാത്രമല്ല, കൂടെ നടന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അക്ഷരികമായി ഒരാളുകൂടെ നമ്മൾ നടക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് സംസാരിക്കാൻ കഴിയണം. നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സുഖങ്ങളും ആ വ്യക്തിയുമായി നമുക്ക് പങ്കിടുവാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടെ നടന്നു എന്ന് പറയാൻ കഴിയത്തുള്ളൂ. ആമോസിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 2 പേര് ഒത്തിട്ടല്ലാതെ എങ്ങനെ ഒരുമിച്ച് നടക്കും? അപ്പോൾ ദൈവത്തോട് നമുക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ഒത്തെങ്കിൽ മാത്രമേ നമുക്ക് നടക്കാൻ കഴിയത്തുള്ളൂ. ഈ ദൈവത്തോട് ഒക്കുക എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ തടസ്സങ്ങളെ നമ്മൾ മാറ്റണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ. ഇവയെല്ലാം തന്നെ നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ ദൈവത്തോടുകൂടെ എഗ്രിമെൻ്റ് ചെയ്ത്, ദൈവത്തോടുകൂടെ നമ്മൾ ഒത്ത് നമുക്ക് നടക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് അനേക ആളുകൾക്കും ഇത് സാധ്യമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കണം, മാനുഷികമായ ബന്ധങ്ങൾ.
അതുപോലെ അവരുടേതായിട്ടുള്ള പാപ പ്രവൃത്തികൾ അവർക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പലരും ചിന്തിക്കുന്നു, എനിക്ക് ദൈവത്തോടു കൂടെ നടക്കുവാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതൊന്നും വേണ്ട, എന്തെളുപ്പമാണ്, ഒരു ചിത്രമുണ്ടെങ്കിൽ, ഒരു വിഗ്രഹമുണ്ടെങ്കിൽ, നോ അത് പാടില്ല പ്രിയപ്പെട്ടവരെ. മറിച്ച് നമ്മുടെ ദൈവം വിശുദ്ധിയുടെ ദൈവമാണ്. അവൻ വിശുദ്ധിയിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ട് ആ ദൈവത്തോട് നാം അടുത്തു വരുമ്പോൾ നമ്മുടെ ദൈവത്തോടുള്ള അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ആ വിശുദ്ധിയിലായിരിക്കണം. അപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു ഹാനോക്ക്. പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, മക്കളില്ല, അല്ലെങ്കിൽ വീട്ടിൽ കന്നുകാലികളില്ല, മറ്റ് ജോലി തിരക്കുകൾ ഒന്നുമില്ല, അതുകൊണ്ട് ഇവർക്ക് പ്രാർത്ഥനയ്ക്ക് പോകുന്നതിൽ, അവർക്ക് ദൈവത്തോടു കൂടെ നടക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷേ ഹാനോക്കിൻ്റെ വീടിൻ്റെ പശ്ചാത്തലം ഒന്ന് നോക്കിക്കേ. ഞാൻ ആ വേദഭാഗം വായിച്ചപ്പോൾ തൻ്റെ വല്യപ്പൻ ജീവിച്ചിരുന്നു, ഹാനോക്ക് മരിക്കുമ്പോഴും വല്യപ്പനുണ്ട്, ഹാനോക്ക് മരിക്കുമ്പോഴും അപ്പനുണ്ട്. ഒരു വേദചിന്തകൻ്റെ അഭിപ്രായത്തിൽ പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെ ഹൈസ്കൂളുകളൊക്കെ 2000-ൽ മേളിൽ കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിൽ 2000-ലധികം കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഹാനോക്കിൻ്റെ വീട്ടിൽ 2000-ലധികം, ഒരു ഹൈസ്കൂളിൽ ഉള്ളതിനേക്കാളും കുട്ടികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാം, ഒരു കുട്ടി മതി, അല്ലെങ്കിൽ 2 പിള്ളേർ മതി നമ്മളുടെ ആത്മീയ ജീവിതം അവതാളത്തിലാകുവാൻ. പലപ്പോഴും നമ്മൾ അതിന് റീസൺ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ കുട്ടികൾ മാത്രമല്ല, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ മാത്രമല്ല, മൃഗസമ്പത്ത് ധാരാളമായി ഉണ്ടായിരുന്ന ഒരു കാലമാണ്. പക്ഷെ എന്നിട്ടും ഹാനോക്കിന് ദൈവത്തോടു കൂടെ നടക്കുവാൻ സാധിക്കും. കാരണം അത് വിശ്വാസത്താലാണ്. ദൈവത്തോടു കൂടെ നടക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ നാം അവനോടുകൂടിയുള്ള കൂട്ടായ്മ നടപ്പീൻ, അവനോടുകൂടിയുള്ള വിശ്വാസത്തിൽ നടപ്പീൻ, അതുപോലെ തന്നെ നാം അവനോടുള്ള എഗ്രിമെൻറ്റിൽ നടപ്പീൻ, വെളിച്ചത്തിൽ നടപ്പീൻ തുടങ്ങിയ പല കാര്യങ്ങളും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഈ ഹാനോക്കിനെ പോലെ വിശ്വാസത്താൽ, എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള വിശ്വാസം, എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങൾ നിവർത്തിച്ചു തരും. പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത്, ദൈവത്തോടു കൂടെ നടന്നാൽ എങ്ങനെയാണ് ഭൗതിക കാര്യങ്ങൾ, എങ്ങനെയാണ് ആഹാരം കഴിക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും നമുക്ക് തടസ്സമാകരുത്, ഇതെല്ലാം വിശ്വാസത്താലായിരിക്കണം. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ അല്പസമയങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട്, നിങ്ങളൊരു കൂട്ടായ്മയ്ക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരികയില്ല. മറിച്ച് അതെല്ലാം നിങ്ങൾക്ക് നന്മയായിത്തീരും. ദൈവത്തോടു കൂടെ സമയം ചിലവഴിക്കുന്നത്, സുവിശേഷം പറയുന്നത്, അല്പസമയങ്ങൾ വേദപുസ്തകം വായിക്കുവാൻ നാം ചിലവഴിക്കുന്നത് ഒന്നും നഷ്ടമല്ല, മറിച്ച് അതെല്ലാം നമുക്ക് നന്മയായി മാറും. അതുകൊണ്ട് ഹാനോക്കിനെ പോലെ വിശ്വാസത്താൽ നടക്കുവാൻ, ദൈവത്തോടു കൂടെ ആയിരിക്കാൻ, ദൈവത്തോടുള്ള ഫെലോഷിപ്പിൽ മുന്നോട്ട് പോകുവാൻ ഈ വചനത്തിലൂടെ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ കേൾപ്പിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഹാനോക്കിനെ പോലെ വിശ്വാസത്താൽ ദൈവത്തോടു കൂടെ നടക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളിൽ പകരണമേ. കർത്താവെ, ഇന്ന് ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അങ്ങയുടെ മക്കൾ നിറഞ്ഞു വരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ.